ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 7 minus 2 11 from the line x minus 6 by 1 is equal to y minus 4 by 0 is equal to z minus 8 by 3 along the line x minus 5 by 2 is equal to y minus 1 by minus 3 is equal to z minus 5 by 6 is വളരെ കോമൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യമാണ്. ചെയ്ത് നോക്കിയവർക്ക് ആൻസർ 14 ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പം നമുക്ക് തന്നിരിക്കണം നോക്കിക്കേ, ഒരു ലൈൻ തന്നിട്ടുണ്ട്, ഇതവിടെ ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട് പി. ആ പോയിന്റ് ഏതാണ്? 7 minus 2 11 ആണ്. ഇനി നമുക്ക് പിയിൽ നിന്ന് തന്നിരിക്കുന്ന ഈ L1 എന്ന് പറഞ്ഞ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ല വേണ്ടത്. പകരം എന്താണ്, പിയിൽ നിന്ന് L1ലേക്ക് അലോങ് എ ഡിഫറെൻറ്റ് ലൈൻ മെഷർ ചെയ്തിട്ടുള്ളത്. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു വേറൊരു ലൈൻ L2 അവർ തന്നിട്ടുണ്ട്. ഈ L2 എന്ന് പറഞ്ഞ ലൈന് ഏതാണ്? അതിൻ്റെ ഡയറക്ഷൻ കോസൈൻ റേഷ്യോസ് നമുക്കറിയാം. ഏത്? 2 -3 6 ഒക്കെ തന്നെയാണ് തന്നിട്ടുണ്ട്. 2 -3 6 നമുക്ക് പെട്ടെന്ന് എടുത്ത് എഴുതാം. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഈ L2ന് പാരലായിട്ട് നമ്മളിങ്ങനെ മെഷർ ചെയ്യണം. ഓക്കെ, ഇങ്ങനെ പാരലായിട്ട് നമ്മൾ മെഷർ ചെയ്യണം. അപ്പോൾ ഇവിടെ Q എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ PQ ഡിസ്റ്റൻസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പിയിൽ നിന്ന് L1ലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ല ചോദിച്ചിരിക്കുന്നത്. പിയിൽ നിന്ന് L1ലേക്കുള്ള ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് L2 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം എന്ത് ചെയ്യാം? PQൻ്റെ ഇക്വേഷൻ എഴുതാം. കാരണം PQൻ്റെ ഇക്വേഷൻ എഴുതാൻ എന്താ എളുപ്പമാണ്. കാരണം L2ൻ്റെ ഡയറക്ഷൻ റേഷ്യോ തന്നെയാണ് PQൻ്റെ ഡയറക്ഷൻ റേഷ്യോസ്. അപ്പോൾ ഇവിടെ 2 -3 അതുപോലെ 6 ആണ്. ഓക്കെ, അതുപോലെ PQയിലുള്ള പോയിന്റ് ആണ് എന്ത്? P എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ ഇത് x - 7 y + 2 z - 11. ഓഫ് കോഴ്സ് ഇതിനെ ലാംഡ എന്ന് വിളിച്ചാൽ Q എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് എന്തായിട്ട് എടുക്കാം? Q ക്യാൻ ബി ടേക്കൺ ആസ് 2 λ + 7 -3 λ -3 λ -2 അതുപോലെ 6 λ + 11 എന്ന് എടുക്കാം. ഇനി ഇതിൽ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ PQൻ്റെ L1ൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. L1ലെ ഒരു പോയിന്റാണ് Q. അപ്പോൾ L1ൻ്റെ ഇക്വേഷൻ നോക്കിക്കേ, x - 6 ഡിവൈഡഡ് ബൈ 1 is equal to y - 4 divided by 0 is equal to z - 8 divided by 3 ആണ്. അപ്പോൾ Q കൊണ്ടുപോയി ഈ ലൈനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പറയാം എന്താണ്, ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിലെ y കോർഡിനേറ്റ് എപ്പോഴും 4 ആയിരിക്കും. അപ്പോൾ y കോർഡിനേറ്റ് 4 ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ -3 λ -2 = നമുക്ക് എന്ത് ചെയ്യാം? 4 കൊടുക്കാം. സോ λ = -2 കിട്ടും. അപ്പോൾ അത് നമുക്ക് Qൻ്റെ വാല്യൂ കിട്ടും. Q = -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 ഉണ്ട്, പിന്നെ 4 ഉണ്ട്, പിന്നെ -1 ഉണ്ട്. അപ്പോൾ Qൻ്റെ കോർഡിനേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ PQ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ദിസ് ഇസ് √4² + 6² + 12². √16 + 36 + 144. ഇപ്പോൾ റൂട്ട് 180 196 14 ആൻസർ കിട്ടും. 14 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ.